സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. വ്യത്യസ്തരാകുവാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. കർത്താവ് നമ്മളെ വ്യത്യസ്തരാക്കുവാൻ വിളിച്ച് ലോകത്തിൽ തന്നെയാണ് ആക്കിയിരിക്കുന്നത്, അല്ലേ? ചിലപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ചിട്ടുണ്ട്, എന്തൊരു പ്രയാസമോ ഈ ലോകത്ത് ജീവിക്കാൻ, നമ്മളെ അങ്ങ് എടുത്താൽ മതിയായിരുന്നെന്ന്. എടുക്കപ്പെടുവാനുള്ള ആഗ്രഹം വളരെ നല്ലതാണെങ്കിലും അത് അസഹിഷ്ണുത കൊണ്ടാകരുത്. ചിലപ്പോൾ ആളുകൾ പറയുമല്ലോ, കർത്താവ് ഇങ്ങ് വന്നാൽ മതിയായിരുന്നു, എന്നാ ഇവിടെ അങ്ങ് മടുത്തന്നേ. അപ്പൊ ഇവിടെ മടുക്കുന്നത് കൊണ്ടല്ല അങ്ങോട്ട് പോകേണ്ടത്. ഇവിടെ മടുക്കണം, അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ മടുക്കുന്നത് കൊണ്ടല്ല, പ്രത്യുത യേശു കർത്താവിനോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ അവനോട് ചേർന്ന് ജീവിക്കാനുള്ള ആ അഭിവാഞ്ച കൊണ്ട് വേണം പോകാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ അവരെ ഈ ലോകത്തിലാക്കിയിരിക്കുകയാണ്, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. കർത്താവ് പറയുകയാണ്, പിതാവേ, നീ അവരെ ലോകക്കാരല്ലാത്തത് കൊണ്ട് ലോകം അവരെ വെറുക്കുന്നു, പകയ്ക്കുന്നു, അതുകൊണ്ട് എന്നാൽ പിന്നെ അവരെ അങ്ങ് എടുക്കുക എന്നല്ല ഞാൻ പറയുന്നത്. അവർ ലോകത്തിൽ തന്നെ നിൽക്കട്ടെ, പക്ഷെ വേറെ കാര്യമുണ്ട്, ദുഷ്ടൻ തൊടാതെ വണ്ണം അവരെ നീ കാത്തുകൊള്ളണം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മറ്റ് പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ദുഷ്ടൻ നമ്മളെ നശിപ്പിച്ച് കളയാതിരിക്കുവാനുള്ള പ്രൊട്ടക്ഷൻ പിതാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ പറയേണ്ട കാര്യമില്ല. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. കർത്താവിൻ്റെ ആ ഒരു തൻ്റെ ഇടമൊന്ന് ആലോചിച്ച് ശിഷ്യന്മാരെ കുറിച്ച് പറയാണ്, ഞാൻ ലൗകികന്മാരല്ലാത്തതുപോലെ അവരും ലൗകികന്മാര് അല്ല. നീ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. നീ അവരെ എടുക്കണമെന്നല്ല, പക്ഷേ നീ അവരെ വിശുദ്ധീകരിക്കണം. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ദുഷ്ടൻ തൊടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം. ദുഷ്ടൻ തൊടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടം ഉണ്ടാകാതെ സൂക്ഷിച്ചോണമെന്നാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. അപകടം ഉണ്ടാകാതെ സൂക്ഷിച്ചോണമെന്നല്ല പറയുന്നത്. കർത്താവെ, ദുഷ്ടൻ അവരെ കീഴ്പ്പെടുത്തരുത്, ദുഷ്ടൻ അവരെ കീഴ്പ്പെടുത്തരുത്. ഏറ്റവും വലിയ ഡിസാസ്റ്റർ, ദുരന്തമെന്ന് പറയുന്നത് നമ്മൾ ദുഷ്ടന് കീഴ്പ്പെടുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രതിസന്ധികളൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടായ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നൊരു കാര്യമുണ്ട്, കർത്താവെ, ഈ പ്രതിസന്ധികളിൽ അവരെ രക്ഷിക്കണം. കാര്യം ഞാനൊരു മനുഷ്യനാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം പീഡനമെങ്കിൽ വന്നോട്ടെ എന്ന് പറയാനുള്ള തൻ്റെ ഇടമൊന്നും എനിക്ക് ഇല്ല. പക്ഷേ അതിനേക്കാൾ ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്, കർത്താവെ, ഈ പീഡനങ്ങളുടെ സമയത്ത് അവരുടെ വിശ്വാസത്തിൽ നിന്ന് പോയി പോകുവാൻ ഇടവരരുതേ. പീഡനത്തെക്കാൾ വലിയ ദുരന്തമാണ് പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ ദുരന്തത്തിൻ്റെ സമയത്ത് വിശ്വാസത്തിൽ നിന്ന് പോകുന്നത്. കർത്താവ് തന്നെ പത്രോസിനെ കുറിച്ച് പറയുന്നത് എന്താണ്? പത്രോസേ, നിന്നെ സാത്താൻ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകും എന്ന് വെച്ച് അനുവാദം കൊടുത്തില്ല. കർത്താവിൻ്റെ കൺസേൺ അതാ, നമ്മുടെ വിശ്വാസം പൊയ്പോകരുത്. അതുകൊണ്ട് കർത്താവ് പറയാണ്, കർത്താവെ, അവരെ എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. യേശു നമ്മളെ വിളിച്ചു, വേർതിരിച്ചു, ലോകത്തിൽ നിന്ന് വിളിച്ചു, തെരഞ്ഞെടുത്തു, വേർതിരിച്ചത് എന്തിനു വേണ്ടിയാണ്? വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇതെല്ലാം ഒരുപോലെ പ്രധാനമാണ്. സെപ്പറേഷൻ പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് സാങ്ക്ടിഫിക്കേഷൻ. വേർപാട് പോലെ പ്രധാനമാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. വേർപെടുന്നത് വിശുദ്ധിക്ക് വേണ്ടിയാകണം. ലോകത്തിൽ നിന്ന് വേർപെട്ടിട്ട് മറ്റെന്തെങ്കിലും ആവുകയല്ല. ഞാൻ അവിടെ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യം ആകുന്നു. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ സത്യം എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. വചനത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. ആ സമയത്താണ് ഇവിടെ ഓരോ പേക്കൂത്ത് കാണിക്കുന്ന പാർട്ടികളെല്ലാം കൂടെ പറയുന്നത്, വചനമോ, എന്തോ വചനം, വചനത്തിനപ്പുറത്താണ് വെളിപ്പാട്, വചനത്തിനപ്പുറത്താ അനുഭൂതികൾ.
എന്നൊക്കെ പറയുന്ന, നിങ്ങൾ ദയവ് ചെയ്ത് ഇതിൻ്റെ ഒന്നും പുറകെ പോകരുത്. നമ്മൾ അവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം. വചനത്തിന് പ്രാധാന്യം കൊടുക്കാത്തവരെ എപ്പോഴും അകറ്റി നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. പുറമേയുള്ള കാര്യങ്ങളല്ല പ്രധാനം. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ ലോകത്തിൽ നിന്നാണ് നമ്മളെ വേർതിരിച്ചത്, പക്ഷെ ഇപ്പോൾ എങ്ങോട്ട് തന്നെ അയക്കുകയാണ്? ലോകത്തിലേക്ക് തന്നെ അയക്കുകയാണ്. നമ്മളെ വിളിച്ച് വേർതിരിച്ച് ഒറ്റ ദിവസം കൊണ്ട് നമ്മളെ അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോവുകയല്ല. കർത്താവ് എന്നെ വിളിച്ചു, ലോകത്തിൽ നിന്ന് വിളിച്ചു, എന്നെ തെരഞ്ഞെടുത്തു, എന്നെ വിശുദ്ധീകരിച്ചു, സെപ്പറേറ്റ് ചെയ്തു, വേർതിരിച്ചു, എന്നെ ആ വിശുദ്ധിയിൽ വളർത്തുകയാണ്. ആ വിശുദ്ധിയിൽ വളർത്തുന്നതിന് ഈ ഭൂമിയിൽ കർത്താവ് നൽകിയിരിക്കുന്നതാണ് അവൻ്റെ വചനം. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. നമ്മളെ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ചിലപ്പം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പലപ്പോഴും ഞാൻ തന്നെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഈ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അന്ന് തന്നെ ഒരു കാർ ഇടിച്ച് നമ്മളങ്ങ് ചത്താടുന്നേ നേരെ സ്വർഗത്തിൽ പൊക്കോളുവാണ്. പിറ്റേ ദിവസമാണെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി അറിയാൻ പറ്റുകയില്ല. അപ്പം അന്ന് തന്നെ ഒരു കാർ ഇടിച്ചങ്ങ് നേരെ അങ്ങ് പോയായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ എന്ന് ചിലപ്പോൾ ആളുകൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. കർത്താവ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴും നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകല്ല, ഈ ഭൂമിയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. അതിന് കർത്താവിന് പല ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്ന് നമ്മൾ അവൻ്റെ വിശുദ്ധി പ്രാപിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും പറയാം. അവരും സാക്ഷാൽ 19-ാമത്തെ വാക്യത്തിൽ അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഭയങ്കര പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുക, സാങ്ക്ടിഫൈഡ് ആകുക എന്ന് പറയുന്നത്. കർത്താവ് പറയുന്നു, ഇവർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത്, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. അപ്പം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. എന്നാൽ അതേപോലെ ഇവരുടെ വചനത്താൽ അനേകർ വിശ്വസിക്കണം, കർത്താവിൽ വിശ്വസിക്കണം. അപ്പം അതിനും കൂടെയാണ് നമ്മളെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. നമ്മൾ സാക്ഷിക്കുന്നവരായിരിക്കണം, നമ്മൾ വ്യത്യസ്തരായിരിക്കണം, നമ്മൾ വേർപെട്ടവരായിരിക്കണം, നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. എന്നാൽ അതേപോലെ നമ്മൾ സാക്ഷികളാകണം. ഇതെല്ലാം വരുന്നുണ്ട്. പക്ഷെ അതെല്ലാം കൂടെ നമ്മളുടെ ഈ ഒരൊറ്റ ബൈബിൾ ക്ലാസ്സിൽ പറയാൻ നേരമില്ലാത്തത് കൊണ്ടാണ് വ്യത്യസ്തരാകുക എന്ന വിഷയം മാത്രം പറഞ്ഞ് ഞാൻ ഈ കാര്യങ്ങൾ പോകുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 15-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതായ ഒരു കാര്യമുണ്ട്. അതിൻ്റെ 18-ാമത്തെ വാക്യം മുതലാണല്ലോ നമ്മൾ വായിച്ചതാണല്ലോ. അവിടെ നമ്മൾ കാണുന്നത്, ലോകം നിങ്ങളെ പകച്ചിരിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവിൻ. ഞാൻ ലോകക്കാരൻ അല്ലാതിരുന്നത് കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ നമുക്കൊക്കെ ഒരു പാസ്റ്റ് ഉണ്ട്, ഒരു ഭൂതകാലമുണ്ട്. നമ്മൾ ലോകക്കാരായിരുന്നതായ ഒരു ഭൂതകാലം. പക്ഷേ യേശു ഒരിക്കലും ലോകക്കാരൻ ആയിരുന്നില്ല. എന്നിട്ടും ലോകക്കാരൻ അല്ലാത്തത് കൊണ്ട് ലോകം അവനെ പകച്ചു. ആ യേശുവിന് ലഭിച്ചതേ എനിക്ക് ലഭിക്കത്തുള്ളൂ. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പിൻ. അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എൻ്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും. നോക്കുക, എന്നെ ലോകം പകയ്ക്കുന്നതിന് മുമ്പ് തന്നെ യേശുവിനെ ലോകം പകച്ചു. ഒരു കാര്യം ഞാൻ പറയാൻ പ്രിയമുള്ളവരെ, ലോകം യേശുവിന് കൊടുത്തത് മതി എനിക്ക്. യേശുവിന് എന്താണ് ലോകം കൊടുത്തത്? കിരീടമല്ല. യേശുവിന് ലോകം കൊടുത്തത് ക്രൂശാണ്. നമുക്ക് നമ്മുടെ അവകാശമെന്ന് പറയാൻ കഴിയുന്നത് അതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവം ഭൂമിയിലേക്ക് യേശുവിനെ അയച്ചു. ലോകം അവനെ മാനിച്ചില്ല, അവനെ ക്രൂശ് കൊടുത്തു, നിന്ന് കൊടുത്തു, പീഡനം കൊടുത്തു, ക്രൂശ് കൊടുത്തു, മരണം. ഇതൊക്കെയാണ് നമ്മളും മനസ്സിലാക്കേണ്ടതായ കാര്യം. ഇതൊക്കെ മതി നമുക്കും.
എം ചെറിയാൻ സാറ് പാടിയൊരു പാട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പാട്ടാണ്. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനായി. നാഥന് കൊടുത്തത് മുൾമുടിയാണെങ്കിൽ നീ തരുന്ന പേരെനിക്കെന്തിനാ? നീ തരുന്ന പദവികൾ എനിക്കെന്തിനാ? നീ തരുന്ന പണം എനിക്ക് എന്തിനാണ്? ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മോഹം ഇന്ന് വർദ്ധിച്ചു വരുമ്പോൾ ഓർക്കണം, യേശുവിനില്ലാത്തത്, യേശുവിന് ലഭിക്കാത്തതിനെയാണ് നമ്മൾ മോഹിക്കുന്നത്. യേശുവിന് ഈ ഭൂമിയിൽ ആരും പേര് കൊടുത്തില്ല, പദവികൾ കൊടുത്തില്ല. യേശു അത് ആഗ്രഹിച്ചില്ല. ലോകം അവന് കൊടുത്തത് മുൾമുടിയാണ്. അതുകൊണ്ട് എനിക്ക് അത് മതി, വേറെ ഒന്നും വേണ്ട. കൊച്ചുകുഞ്ഞുവേശി പാടുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, കേമന്മാർ ലിസ്റ്റിൽ എൻ്റെ പേരും വേണ്ട. കേമന്മാരുടെ ലിസ്റ്റിൽ എൻ്റെ പേരൊന്നും എനിക്കിവിടെ വേണ്ട. ഇവിടുത്തെ കേമന്മാരുടെ ലിസ്റ്റിൽ എൻ്റെ പേരൊന്നും വേണ്ട എനിക്ക്. കാരണം ലോകം യേശുവിന് കൊടുത്തത് എന്താണോ അത് മാത്രമേ ലോകം എനിക്ക് സ്വാഭാവികമായി തരികയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങണം. അങ്ങനെ ലോകത്തെ സ്നേഹിച്ച്, പദവികളെ സ്നേഹിച്ച്, പണത്തെ സ്നേഹിച്ച് അങ്ങനെ പോയാൽ ഇതൊക്കെ കിട്ടും. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, അതൊരു ഇന്റർനാഷണൽ ട്രൂത്ത് ഒന്നൊന്നും അല്ല, എങ്കിലും എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് വാട്ട് യു ലവ് യു വിൽ ഗെറ്റ്. നിങ്ങൾ എന്തിനെ സ്നേഹിക്കുന്നോ അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പണത്തെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് പണം കിട്ടും. പണത്തെ സ്നേഹിക്കുന്നവനേ പണം കിട്ടത്തുള്ളൂ, എന്നാലും എല്ലാം കൂട്ടി വെക്കത്തുള്ളൂ. നിങ്ങൾ പദവികൾ സ്നേഹിച്ചാൽ മിക്കവാറും നിങ്ങൾക്ക് പദവികളൊക്കെ കിട്ടിയെന്നിരിക്കും. വലിയ പദവി അല്ലെങ്കിലും പദവികളൊക്കെ കിട്ടും. പക്ഷേ ഇഫ് യു ലവ് ജീസസ് യു വിൽ ഹാവ് ജീസസ്. നിങ്ങൾ യേശുവിനെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് യേശുവിനെ കിട്ടും. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. ലോകം സ്നേഹിക്കുന്നതിനെ നമ്മൾ സ്നേഹിക്കാൻ പാടില്ല. ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതാനുഭവമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ വ്യത്യസ്തരായിരിക്കണം എന്ന് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ നമ്മൾ ലോകക്കാരായിരുന്നു, അന്ന് ലൗകികരായി നമ്മൾ ജീവിച്ചു. ഒരിക്കൽ, നേരത്തെ ഒരിക്കൽ. എന്നാൽ ഇപ്പോൾ നമ്മൾ അങ്ങനെ അല്ല. നമ്മൾ തന്നെ മനസ്സിലാക്കണം നമ്മുടെ പാസ്റ്റും നമ്മളുടെ പ്രസന്റും തമ്മിലുള്ള ഡിഫറൻസ്. ഒരിക്കൽ നമ്മുടെ ഐഡന്റിറ്റി തന്നെ ഡിഫറൻ്റ് ആണ്. പഴയ കാലത്തെ കാര്യങ്ങളല്ല. ഇപ്പോൾ 1 പത്രോസിന്റെ ലേഖനം, അവിടെ ഈ നേരത്തെയും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പത്രോസ് പറയുന്നതായ ഒരു വേദഭാഗമുണ്ട്. 1 പത്രോസ് അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആരാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ആ അറിവില്ലെങ്കിൽ, അത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത്. ആ വചനം നമ്മൾ അനുസരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, വചനം കേട്ടാൽ മാത്രം പോരാ, അനുസരിക്കണം. ഈ 1 പത്രോസ് 2:8 പറയുന്ന ഇതാണ്, അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചുമിരിക്കുന്നു. വേറൊരു കോണ്ടെക്സ്റ്റ് ആണ് അവിടെ പറയുന്നത്. അവർ വചനം അനുസരിക്കായികയാൽ അവര് ഇടറിപ്പോകുന്നു. നമ്മളങ്ങനല്ല, നമ്മൾ അവരെ പോലെ അല്ല, നമ്മൾ ഡിഫറൻ്റ് ആണ്. നേരത്തെ നമ്മൾ എങ്ങനെയാണോ അതിലേക്കുള്ള മടങ്ങിപ്പോക്ക്, അതാണ് പലപ്പോഴും ഇന്ന് സഭകളിൽ സംഭവിക്കുന്നത്. സഭയെ ദൈവം ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചു. എന്നാൽ ഇന്ന് സഭയും പല സഭാജനങ്ങളും ലോകത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. രാഷ്ട്രീയക്കാരെ പോലെയും ലൗകികരായ ആളുകളെ പോലെയും നമ്മളുമായി തീരുന്നു. ലോകത്തിലുള്ളതെല്ലാം സഭയിലേക്ക് കുടിയേറുകയാണ്. പണ്ട് നമ്മുടെ അജ്ഞാന കാലത്ത് എന്തൊക്കെ ആയിരുന്നോ അതിലേക്കുള്ള മടങ്ങിപ്പോക്ക് അതുണ്ടാകരുത്. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. ഈ സന്ദേശം മുഴുവൻ പറയുന്നതാണ്, നമ്മൾ ഡിഫറൻ്റ് ആയിരിക്കണം. നമ്മൾ പഴയതിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം. വി നീഡ് ടു ബി ഡിഫറൻറ്റ്. പണ്ട് നമ്മൾ ആരായിരുന്നു? അവിടെ എഴുതിയിരിക്കുന്നത്, ഒരിക്കൽ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ. നമ്മൾ ഒരിക്കൽ അന്ധകാരത്തിലായിരുന്നു, ഇപ്പോൾ നമ്മൾ അത്ഭുത പ്രകാശത്തിലാണ്.
ഒരിക്കൽ അന്ധകാരത്തിൽ, ഇപ്പോൾ അത്ഭുത പ്രകാശത്തിൽ. ഇനിയും അന്ധകാരത്തിലേക്ക് പോകരുത്. പിന്നെ നിങ്ങൾ ആ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും, നോക്കുക, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. മുമ്പേ ഇപ്പോൾ, ഈ ഡിഫറൻസ്, മുമ്പേ നിങ്ങൾ അങ്ങനെ ആയിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്? അപ്പൊ ഇപ്പം ഞാൻ ആരാണെന്നുള്ളതെങ്കിലും ഞാൻ അറിയണം. ആ മുമ്പേ ഇപ്പോൾ എന്ന് പറയുന്ന ആ ഒരു ഡിഫറൻസ് നമ്മൾ തിരിച്ചറിയണം. മുമ്പേ നമ്മൾ ജനമല്ലാത്തവരായിരുന്നു. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു കുരിശിന്റെ പാതയിൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലയല്ല വിശ്വാസത്താലയാ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലയല്ല വിശ്വാസത്താലയാ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു കുരിശിന്റെ പാതയിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനാ? നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനാ? സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു കുരിശിന്റെ പാതയിൽ. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ. ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുമാ നേരവും യേശുവേ നോക്കിടും. ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുമാ നേരവും യേശുവേ നോക്കിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു കുരിശിന്റെ പാതയിൽ.